ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു ചെറിയ പ്രോൺസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കൂട്ടിക്കൊണ്ടുവന്നു ഹസ്ബൻഡിനെ. അപ്പോൾ എനിക്ക് ഉള്ളി മുറിച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളി മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പതുക്കെയാണ് അരിയണത്, ഓരോന്ന് പറഞ്ഞ്. ഞാൻ ഇതിന് വേണ്ടി ആവശ്യത്തിനായ വെളുത്തുള്ളി, കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനം ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് ഞാൻ മുറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും ചെറുതായിട്ട് മുറിച്ച് വെക്കുന്നുണ്ട്. എല്ലാം റെഡിയാക്കി നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഇത് അതിന് വേണ്ടിയുള്ള അരപ്പാണ്. കുറച്ച് തേങ്ങ, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം ഇട്ട് അരച്ചെടുത്ത് വെച്ചതാണ്. അങ്ങനെ നമ്മുടെ കറിക്ക് ആവശ്യത്തിനായ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പ്രോൺസ്. ചെമ്മീൻ, ചെറിയ ചെമ്മീനാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്യാസിൽ പാൻ വെച്ചു. അതിന് വേണ്ട ആവശ്യത്തിനായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എണ്ണ ചൂടായതിന് ശേഷം ആദ്യം മുറിച്ച് വെച്ച സവാള അതിലേക്കിടാം. സവാളയും പച്ചമുളകും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ആദ്യം കുറച്ച് സവാളയും കരിവേപ്പിലയും പച്ചമുളകും ആണ് ഇട്ടത്. ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്താണ് സിമ്മിൽ വെച്ചാൽ മതി. സിമ്മിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം. അതൊന്ന് വാടിയതിന് ശേഷം അതിൻ്റെ കൂടെ മുറിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതും മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലവരെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യും. അങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെയും ചെയ്യും. അതുകൊണ്ട് ഞാൻ മാറിപ്പോയിട്ട് ഫസ്റ്റ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇതെൻ്റെ റെസിപ്പിയാണ്. ഇങ്ങനെയാണോ നിങ്ങളാക്കണമെന്ന് എനിക്കറിയില്ല. ഒരു എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാം. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലോണം. സിമ്മിൽ വെച്ചാൽ മതി. സിമ്മിൽ വെച്ചിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. ചിലവർ അടച്ചു വെച്ചിട്ട് ഇരിക്കും. പക്ഷെ എനിക്കെന്തോ അടച്ചു വെക്കാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇളക്കി കൊടുക്കുക, കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പുളി എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനായ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അത് അവരവർക്ക് ആവശ്യത്തിനായ അളവിലിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. എല്ലാം സിമ്മിൽ വെച്ച് ചെയ്താൽ മതി, ഒരു മീഡിയം ഫ്ലെയിമിൽ. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച് തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് കുറച്ചൊന്ന് വെന്ത് വരുന്നത് വരെ ഇരുന്നോട്ടെ. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്, ടേസ്റ്റ്. പിന്നെ പുളി, ചിലവർ പുളി വെള്ളമായിട്ടായിരിക്കും ഒഴിക്കുക. ഞാൻ ഡയറക്റ്റ് പുളി ഇട്ട് കൊടുക്കുമായിരുന്നു ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എല്ലാവരും പുളിവെള്ളമാണ് യൂസ് ചെയ്യുക. കുടംപുളിയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കുടംപുളിക്ക് പകരം മറ്റേ പുളി ആയതുകൊണ്ട് ഞങ്ങൾ അതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഡയറക്റ്റ് ഇട്ടാലും ടേസ്റ്റാണ്, വെള്ളം ആഡ് ചെയ്താലും ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക.
ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഏകദേശം കറിയുടെ ഒരു കളറ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് വേവേണ്ടത് ചെമ്മീനാണ്. സോ നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു മിനിമം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. നല്ലോണം അത് തിളച്ച് വരുന്നുണ്ട്. ചിലവർക്ക് നല്ലോണം കുറുകിയ കറിയായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുറച്ച് വെള്ളം പോലെ ആയിരിക്കും ഇഷ്ടം. അത് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് നല്ലോണം കുറുക്കണമെങ്കിൽ നല്ലോണം തിളപ്പിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ലൂസായിട്ട് എടുക്കാം. ഇതിപ്പോൾ ചെമ്മീൻ വേവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. ചെമ്മീൻ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. അങ്ങനെ കുറച്ച് മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ്